ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി ഒരു സൗഹൃദ മത്സരം പ്യൂട്ടോറിക്കയിൽ വെച്ചുകൊണ്ട് കളിച്ചിരുന്നു. പ്യൂട്ടോറിക്കയിലെ ഇൻഡിപെൻഡിയന്റ് എന്ന ക്ലബ്ബായിരുന്നു ഇന്റർ മയാമിയുടെ എതിരാളികൾ. 1-2 ഗോളുകൾക്ക് മത്സരത്തിൽ മയാമി വിജയിക്കുകയും ചെയ്തു. മെസ്സി ഒരു പെനാൽറ്റി ഗോൾ നേടി. എന്നാൽ മത്സരത്തിന്റെ അവസാനത്തിൽ ഒരു അനിഷ്ട സംഭവം നടന്നിട്ടുണ്ട്. അതായത് ആരാധകർ കളിക്കളം കയ്യേറുകയായിരുന്നു. ലയണൽ മെസ്സിക്കൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടിയാണ് 3ഓളം വരുന്ന ആരാധകർ കളിക്കളം കയ്യേറിയത്. ആദ്യം ഒരു ആരാധകൻ വരുന്നു, അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാൻ മെസ്സി നിന്നുകൊടുക്കുന്നു. ഈ സമയത്താണ് മറ്റു 2 ആരാധകർ കൂടി കളിക്കളത്തിലേക്ക് ഓടിയെത്തുന്നത്. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഇടപെടുന്നു. എന്നാൽ മെസ്സി അടക്കം നിലത്ത് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ആരാധകൻ മെസ്സിയെ പിടിക്കുന്നു. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ ആരാധകനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ മെസ്സി വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ മെസ്സി പുറത്തെടുത്ത ഒരു പെരുമാറ്റം, ഒരു ബിഹേവിയർ, അതിപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് മെസ്സിക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. നിലത്ത് വീഴുകയാണ് മെസ്സി ചെയ്യുന്നത്. മറ്റേത് താരമാണെങ്കിലും ദേഷ്യപ്പെടാനുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. പക്ഷെ വളരെ സമചിത്തതയോട് കൂടിയാണ് മെസ്സി ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത്. ഒരിക്കലും ആ ആരാധകനോടോ അതല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോടോ മെസ്സി ദേഷ്യപ്പെട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മെസ്സി അവിടെ നിന്നും വളരെ കൂളായിക്കൊണ്ട് സമചിത്തതയോടുകൂടി നടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് മെസ്സിയെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെടുന്നത്. കാരണം അത്രയേറെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്, സുരക്ഷാ പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ടും മറ്റാരോടും തന്നെ മെസ്സി തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ദേഷ്യം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് മെസ്സിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഒരുപാട് സൗഹൃദ മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട്. മാത്രമല്ല സീസൺ ഓപ്പണറിൽ അവർക്ക് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ലോസ് ആഞ്ചലസ് FC എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു അവരെ പരാജയപ്പെടുത്തിയത്. ഇനിയിപ്പോൾ മാർച്ച് 2-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഒർലാൻഡോ സിറ്റിയാണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.